നമസ്കാരം. ഇന്ത്യയെ ബഹിരാകാശ നേട്ടങ്ങളുടെ നെറുകയിലെത്തിച്ച ശേഷം ISROയുടെ ചെയർമാൻ പദവി ഒഴിഞ്ഞ ഡോക്ടർ എസ് സോമനാഥിനായി കേന്ദ്ര സർക്കാർ ഉന്നത പദവികളാണ് കാത്തുവച്ചിരിക്കുന്നതായാണ് സൂചനകൾ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തെ രാജ്യസഭയിൽ എത്തിക്കാനും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മന്ത്രിയാക്കാനും BJP ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിക്കാനും ആലോചിക്കുന്നുണ്ട്. അമേരിക്കയും യൂറോപ്പ് ബഹിരാകാശ ഏജൻസിയുമായും മികച്ച ബന്ധം സോമനാഥിനും, അതായത് അതുമൂലം ഇസ്രോയുടെ വാണിജ്യ സ്ഥാപനമായ NSAയിൽ നിരവധി കരാറുകൾ നേടിക്കൊടുത്തത് സോമനാഥിന്റെ മികവ് കൊണ്ടാണ്. ചന്ദ്രയാനിൽ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത് ഇന്ത്യയുടെ പ്രതിച്ഛായയും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ തലവര തന്നെ മാറ്റിമറിച്ചു. നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ സോമനാഥിനെ പരിഗണിച്ചുവെങ്കിലും അനാരോഗ്യം കാരണം അദ്ദേഹം ഒഴിയുകയായിരുന്നു. എന്നാൽ സോമനാഥിന്റെ സേവനം രാജ്യത്തിന് ആവശ്യമായതിനാൽ അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കാനും കേന്ദ്ര മന്ത്രിയാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു നിർദ്ദേശം നൽകിയതായാണ് ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു നിർദ്ദേശം ഇപ്പോൾ ലഭിച്ചത്. സോമനാഥിന്റെ നേതൃത്വത്തിലാണ് ISRO സുപ്രധാനമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഒട്ടേറെ സുപ്രധാനമായ ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ചന്ദ്രയാൻ 3 ആദിത്യ L1 പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണങ്ങൾ, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഗംഗയാൻ ദൗത്യത്തിനുള്ള നിർണായക പരീക്ഷണങ്ങൾ, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ അഥവാ SSLV വികസനം, സ്പേസ് ടെക് എന്നിവയെല്ലാം സോമനാഥിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ 3 വിജയമായത് സോമനാഥിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടിയായി. 2019 ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡിംഗ് പരാജയപ്പെട്ടുവെങ്കിലും അടുത്ത ശ്രമത്തിൽ ആ ദൗത്യം വിജയിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചതും സോമനാഥിന്റെ നേട്ടമാണ്. ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ദൗത്യം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അദ്ദേഹം പടിയിറങ്ങിയത്. ആദിത്യ L1 വിക്ഷേപിച്ച ദിവസം രാവിലെ തനിക്ക് വയറ്റിൽ അർബുദബാധയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സോമനാഥ് പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സോമനാഥ് 2022 ജനുവരി 14 ഡോക്ടർ K ശിവന്റെ പിൻഗാമിയായി ISROയുടെ ചെയർമാനായി എത്തുന്നത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യം ഏറെ മുന്നേറുമ്പോൾ ചന്ദ്രയാനിലും GSLVയിലും അവിസ്മരണീയമായ ഒരു പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എസ് സോമനാഥായിരുന്നു. മലയാളികൾക്കാകെ അഭിമാനമാവുകയാണ് എസ് സോമനാഥിന്റെ ഓരോ വിക്ഷേപണ ദൗത്യങ്ങളും. ഭൂമിയില്ലെങ്കിൽ ആകാശവും ശൂന്യാകാശവും മറ്റ് ഗ്രഹങ്ങളുമില്ല. അതുകൊണ്ട് ആകാശങ്ങൾ സ്വപ്നം കാണുന്നത് ഭൂമിയിൽ നിലയുറപ്പിച്ചുകൊണ്ടാകണം. രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങളുടെ തലപ്പത്തേക്ക് എത്തിയപ്പോൾ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 1985 ആദ്യ PSLV റോക്കറ്റിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നത് ISROയുടെ തിരഞ്ഞെടുപ്പ് പ്രഗത്ഭരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയായ സോമനാഥ് രാജ്യത്തിന്റെ നെറുകയിലെത്തിച്ച ഒട്ടനവധി വിക്ഷേപണങ്ങളും ഒട്ടനവധി ദൗത്യങ്ങളുമാണ് സോമനാഥിന്റെ കൈകളിൽ നിന്നും രാജ്യത്തിന് സമഗ്ര സംഭാവനയായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സോമനാഥിനെ ISRO പദവിയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സോമനാഥിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി സോമനാഥിനെ കേന്ദ്രമന്ത്രിയാക്കാനോ അല്ലെങ്കിൽ രാജ്യസഭ എംപിയാക്കാനോ അതുമല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവാക്കാനോ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും സോമനാഥിന് ഭാരതരത്നം അല്ലെങ്കിൽ പത്മഭൂഷൺ അഥവാ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കണം എന്ന ഒരു നിർദ്ദേശവും കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്.